റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, പക്ഷെ തിരഞ്ഞെടുപ്പ് പരാതിക്കുള്ള സമയക്രമം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ സാധിക്കുക? മാധുവിൽ രണ്ട് കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ EVM മെഷീനിലടക്കം വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നത്. സ്വാഭാവികമായും ഈ കാര്യത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തേണ്ടി വരും. ഇതിൽ ആരെങ്കിലും പരാതി നൽകിയാൽ എന്തായാലും അതിൽ അന്വേഷണമോ പരിശോധനയോ ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ അത് നിരീക്ഷിക്കുകയാണ്. വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതീവ ഗുരുതരമായ ഇടപെടലുകൾ, കാരണം ഇതിൽ ഈ EVM മെഷീനിൽ വലിയ തട്ടിപ്പ്, അതിൽ ഹാക്കിംഗ് നടക്കുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ പണം തട്ടിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് ദേശീയ തലത്തിൽ EVM മെഷീനെതിരെ വ്യാപകമായ പരാതികൾ ഉയർത്തിയതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വീണ്ടും ഇത്തരം ഒരു ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതുകൊണ്ട് അത് പരാതിയെ എത്തുമ്പോൾ അതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും 1-2 ദിവസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും, അതിൽ ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഷിപാലും അരുൺ പൂപ്പറമ്പയുമാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വിവിധ മണ്ഡലങ്ങളിൽ ഇടപെടൽ നടത്തി EVM ഹാക്ക് ചെയ്ത് വിജയിക്കാം അല്ലെങ്കിൽ വിജയിക്കാനുള്ള ശ്രമങ്ങളെ തടയാം തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് 44 ലക്ഷം രൂപ തട്ടി എന്നുള്ളതാണ് ഈ ജമാലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇതൊക്കെ നിഷേധിക്കുകയുമാണ് ഈ ആരോപണ വിധേയൻ.